അയാൾക്ക് മദ്യം വേണം, വീട്ടിൽ കയറി വരുമ്പോൾ ആഹാരം വേണം, അയാളുടെ രീതിയിൽ നിൽക്കാൻ ഒരു പെണ്ണ് വേണം. അത് മാത്രമേ അയാളുടെ ഉദ്ദേശമുള്ളൂ. പല രീതിയിൽ ഈ മൊബൈലിൽ കാണുന്ന ചാനലുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ പോളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഗർഭിണിയെ കൊണ്ട് പറ്റുമോ മോളെ അങ്ങനെ നിൽക്കുക? അമ്മയുടെ അടുത്ത് ഈ ബുദ്ധിമുട്ട് നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞ് സഹിക്കുക, അല്ലാതെ എന്താ മക്കളെ ചെയ്യാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അവരുടെ കണ്ണുകളിൽ ഈറനണിയുകയാണ്. അവരത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഭീതിയാണ് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അച്ഛൻ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കും, അച്ഛൻ പോലെ നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല, അങ്ങനെ നമ്മളെ വിട്ടി കഴിഞ്ഞു. ഒരു ദിവസം ഇവർ വീട്ടിൽ നല്ല ഉറക്കം, പകൽ ഉറങ്ങിയാലും രാത്രിയിൽ അവർ കിടന്ന് ഉറങ്ങിയിരുന്നാലും ഏറുകോളി കൂടെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആണി അടിച്ച് വെക്കും. അതുവരെ ഇളക്കി മാറ്റിയിട്ട് ഏറുകോളി കൂടെ ഇറങ്ങി ഈ മക്കൾ ഉറങ്ങുന്നത് നോക്കും. നമസ്കാരം. സാംസ്കാരിക കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വേദനയുള്ള ചില കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഇതൊരു വാടക വീടാണ്. 2 പെൺമക്കളെയും കൊണ്ട് ഒരമ്മ സ്വന്തം ഭർത്താവിനെ ഭയന്ന് കഴിയുന്നു. 2 പെൺമക്കൾക്കെതിരെ ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ നരാധമൻ നടത്തുന്ന അതിക്രൂരമായ വേട്ടയുടെ നേർക്കാഴ്ചയിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ ഞങ്ങളെ അത്യധികം തന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. SSLC പരീക്ഷ എഴുതാൻ കഴിയാതെ, സ്വന്തം അച്ഛനെ പേടിച്ച് SSLC പരീക്ഷ പോലും എഴുതാൻ കഴിയാതെ വീടിനുള്ളിൽ അകപ്പെട്ടു പോയ 2 പെൺകുട്ടികളുടെ അടുത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത്യധികം വേദനയോടുകൂടി തന്നെ സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ വാർത്തയുടെ നേർക്കാഴ്ചയിലേക്ക് പോകാം. 15ഉം 16ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് എനിക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SSLC പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് പറയുമ്പോൾ പോലും അവരുടെ കണ്ണുകളിൽ ഈറനണിയുകയാണ്. അവർ അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഭീതിയാണ് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. മക്കളെ, ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്? അച്ഛൻ വഴിയിൽ അങ്ങനെ നിന്ന് ശല്യം ചെയ്യുമെന്ന് പേടിച്ചാണ് ഞങ്ങൾ പോകാതിരുന്നത്. അച്ഛനെ പേടിയാണ് ഞങ്ങൾക്ക്. അച്ഛൻ കാണുമ്പോൾ തന്നെ നമ്മൾ ദൂരെ കൂടെയാണ് പോണേ. അങ്ങനെ അത്രയ്ക്കും പേടിച്ചിട്ടാണ് ഞങ്ങൾ വളർന്നത്. അച്ഛൻ ശരിക്കും ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു അല്ലേ? ശാരീരികമായി ശരീരത്ത് പിടിയാതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ അച്ഛൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ചെറിയ കാലം മുതലേ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അതിനൊന്നും വഴങ്ങാത്തോണ്ട് അച്ഛൻ എങ്ങനെ നമ്മളടുത്ത് കാണിക്കുന്നു? ഈ കുട്ടികൾ ഈ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്കറിയാം ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന്. അവർ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അവർക്കത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടുകൂടി തന്നെയാണ് ഞങ്ങളോട് ഇത് പ്രതികരിക്കുന്നത്. കാരണം അവരുടെ അച്ഛൻ അവരോട് കാണിക്കുന്ന അതിക്രൂരമായ ചില കാര്യങ്ങൾ, ചില ലൈംഗിക വൈകൃതങ്ങൾ ഒക്കെ തന്നെയാണ് ഇവർ ഞങ്ങളോട് വെളിപ്പെടുത്തുന്നത്. മക്കളെ, ശരിക്കും ഞങ്ങൾ കൂടുതലൊന്നും തന്നെ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ടീച്ചറോടോ ആരോടെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? അത് പറയാതെ പേടിച്ചിട്ട് പിന്നെ ഇതൊന്നും പറയാതെ ഒളിച്ച് മനസ്സിൽ വെച്ചിരുന്നു. ആരുടെടുത്തും ഇങ്ങനെ പറഞ്ഞില്ല. നമ്മുടെ ബന്ധുക്കളോടോ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും, അച്ഛനോടോ അല്ല അമ്മയോടോ ആരെങ്കിലും പറഞ്ഞോ കാര്യങ്ങളൊക്കെ? അമ്മയുടെ അടുത്ത് ഈ ബുദ്ധിമുട്ട് നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞ് സഹിക്കുക, അല്ലാതെ എന്താ മക്കളെ ചെയ്യാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാരോ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ളൂ. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആരോടും. ഇല്ല. ഇവിടെ ശരിക്കും ഇവർക്കൊരു സുഹൃത്തുക്കൾ പോലും ഇല്ല ഒന്ന് തുറന്നു പറയാൻ. നമുക്കറിയാം, ഒരു 14-15 വയസ്സുള്ളൊരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ട പ്രായമാണ്. നല്ല ബാല്യത്തിലൂടെ കടന്നു പോകേണ്ട പ്രായങ്ങളാണ്. നല്ല ടീനേജാണ്. എന്നിട്ട് പോലും ഇവർക്ക് ഒന്നും തന്നെ പറയാൻ പറ്റാതെ, ഈ സമൂഹത്തോട് ഒന്നും തുറന്നു പറയാൻ പറ്റാതെ, സുഹൃത്തുക്കളോട് പറയാൻ പറ്റാതെ, ഒരു ക്ലാസ് ടീച്ചറിനോട് പോലും സ്വന്തം വേദനകൾ പറയാൻ പറ്റാതെ മറച്ചു വെച്ച് ഈ പിള്ളേരിങ്ങനെ ജീവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നേർക്കാഴ്ച. നല്ല രീതിയിൽ മനസ്സ് വിഷമിച്ച്, മനസ്സ് തകർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഇതേ പ്രായത്തിലുള്ള ബന്ധുക്കളായ മക്കളൊക്കെ തന്നെ നമുക്കുള്ളവരാണ്. ഇവരാരും കടന്നു പോകാത്ത അതികഠിനമായ വേദനയിലൂടെ 2 കുഞ്ഞുങ്ങൾ കടന്നു പോവുകയാണ്. അവരുടെ വീട്ടിൽ അവരനുഭവിച്ച തിക്തമായ അനുഭവങ്ങളുടെ വെളിപ്പെടുത്തലാണ് വിസ്മയ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഏതായാലും വലിയ സങ്കടം തോന്നുന്നു. ആഹാരം പോലും ചില സമയങ്ങളിൽ കഴിക്കാനില്ലാത്തൊരു സാഹചര്യം ഈ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ അതൊക്കെ തന്നെ കടന്നു പോയവരാണ്. അപ്പോഴുപോലും ഇവരുടെ അച്ഛൻ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഈ മക്കൾ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുഞ്ഞ്? 1 മാസത്തോളം പട്ടിണിയായിരുന്നു. അച്ഛമ്മയുടെ അടുത്തും അച്ചാച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അച്ഛൻ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കും, അച്ഛൻ പോലും നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല, അങ്ങനെ നമ്മളെ വിട്ടി കഴിഞ്ഞു.
ഈ കുഞ്ഞുങ്ങൾ ആഹാരത്തിന് പോലും വകയില്ലാതെ കഴിഞ്ഞ സമയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിതൊക്കെ വാർത്തകളിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ വെറും കഥകളാണെന്ന്. ഒരിക്കലും അല്ലാതെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എനിക്കിപ്പോൾ ഈ CWC ഉൾപ്പെടെയുള്ളവരോടാണ് ഞാൻ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും കാണണം, കണ്ണു തുറക്കണം. അധികാരികൾ പരമാവധി ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്ന പ്രേക്ഷകർ ഷെയർ ചെയ്യുക. കാരണം ഈ കുഞ്ഞുങ്ങളുടെ വേദന, ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ, ഇവരുടെ നല്ല ഭാവിയെ, ഇവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളെ, ഇവരുടെ സ്വപ്നങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഭയന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ താമസിക്കുന്നത് 4ാമത്തെ വാടക വീട്ടിലാണ്. ഇവർ ഈ അച്ഛനെ ഭയന്ന് 4ാമത്തെ പൊളിഞ്ഞു വീഴാറായ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വീടിനുള്ളിൽ തകർന്നു വീഴാറായ. കാരണം 2 മാസം കഴിയുമ്പോൾ മഴ തുടങ്ങും. കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ ഈ വീട് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇവർക്ക് സുരക്ഷിതമായി അടച്ചുറപ്പുള്ളൊരു വീട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പഠിക്കുന്ന സ്കൂളിൽ ഇവരുടെ ക്ലാസ് ടീച്ചറെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് ടീച്ചർ ഇവരെക്കുറിച്ച് യാതൊരു തര പരിചയം പോലും ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. വളരെയധികം വിഷമം തോന്നി. കാരണം നമ്മുടെ സ്കൂളിലൊരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അവർ സ്ഥിരമായി ക്ലാസ്സിൽ വരാതിരിക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടായാൽ തീർച്ചയായും അവരുടെ ഏരിയയിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവർ വഴി കോൺടാക്റ്റ് ചെയ്യുക. അതിനുള്ള ഒരു ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. കാരണം വളരെയധികം ഞങ്ങളോട് ഒരു പരിചയമില്ലാത്ത കുട്ടികളെ പോലെയാണ് ആ ടീച്ചർ ഞങ്ങളോട് പ്രതികരിച്ചത്. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് 4ാമത്തെ വീട്ടിൽ കഴിയുന്ന ഒരു അമ്മയാണ് എൻ്റെ കൂടെയുള്ളത്. ശരിക്കും എവിടേക്ക് ഓടണമെന്നറിയാൻ വയ്യാതെ ശരിക്കും ഒരു റബ്ബർ കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചി ഇപ്പോൾ താമസിക്കുകയാണ്. വളരെയധികം സങ്കടത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തി. ഒരു സ്ത്രീയും ജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നു പോകരുതേ എന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചേച്ചി ശരിക്കും എന്തിനാണ്, ശരിക്കും ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി അതികഠിനമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പറയുന്നത് പ്രകാരം ജനിച്ച മുതൽ, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച സാഹചര്യം മുതൽ നിങ്ങൾ മാനസികമായ ഇത്തരം പ്രശ്നങ്ങളിലാണ്? ജനിച്ച കാലം മുതൽ മോളെ, എൻ്റെ മൂത്ത മോളെ എനിക്ക് വയറ്റിൽ 2 മാസം മുതൽ തുടങ്ങിയ അനുഭവങ്ങളാണിത്. ജീവിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അയാൾക്ക് മദ്യം വേണം, വീട്ടിൽ കയറി വരുമ്പോൾ ആഹാരം വേണം, അയാളുടെ രീതിയിൽ നിൽക്കാൻ ഒരു പെണ്ണ് വേണം. അതുമാത്രമേ അയാളുടെ ഉദ്ദേശമുള്ളൂ. പല രീതിയിൽ ഈ മൊബൈലിൽ കാണുന്ന ചാനലുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ മോളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഗർഭിണിയെ കൊണ്ട് പറ്റുമോ മോളെ അങ്ങനെ നിൽക്കുക? അതേ രീതിയിൽ വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. നിരന്തരം ഇങ്ങനെ പീഡനം ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ വരുന്നു, എനിക്ക് ഇയാളെ വേണ്ട. അപ്പോഴമ്മ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ പായിച്ചു വിട്ടിട്ടുണ്ട്. ഇന്നലെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടെന്നും പറഞ്ഞ്. എങ്ങനെ ജീവിക്കും മോളെ ഈ കാട്ടാളൻ്റെ കൂടെ? എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നേരെ എന്തിനാണ് ഇത്തരത്തിലൊരു അതിക്രമങ്ങൾ തുടങ്ങിയത്? എപ്പോഴാണ് കുഞ്ഞുങ്ങൾ എപ്പോഴാണ് ചേച്ചിയോട് തുറന്നു പറഞ്ഞത്? എന്നോട് തുറന്നു പറഞ്ഞത്, ഒരു ദിവസം ഒരു വീട്ടിൽ നല്ല ഉറക്കം, പകൽ ഉറങ്ങിയാലും രാത്രിയിൽ അവർ കിടന്ന് ഉറങ്ങിയിരുന്നാലും ഏറുകോളി കൂടെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആണി അടിച്ച് വെക്കും. അതുവരെ ഇളക്കി മാറ്റിയിട്ട് ഏറുകോളി കൂടെ ഇറങ്ങി ഈ മക്കൾ ഉറങ്ങുന്നത് നോക്കും. പ്രായമായ കുട്ടികളല്ലേ, അവരിപ്പോൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ഓടിച്ചെന്ന് നോക്കാം. അതുപോലെ ഒരു അച്ഛന് അയാൾ ചെയ്യാൻ പാടില്ല, ഒരു തന്തമാരും അങ്ങനെ ചെയ്യരുത് മക്കളെ. അങ്ങനെ ഇറങ്ങി നോക്കണോ? അയാൾ ജനിപ്പിച്ച കുട്ടികളല്ലേ. സ്നേഹത്തോടെ ഒന്ന് വിളിക്കുക, പറയേ, മിണ്ടേ, സംസാരിക്കുക ഒന്നുമില്ല. കൊച്ചുങ്ങളെ പിടിക്കുന്നത് തന്നെ ഉണ്ടോ? അതെന്തിനാത്? അയാൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളല്ലേ, ദ്രോഹിക്കാമോ കുഞ്ഞുങ്ങളെ? സഹിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സഹിച്ച് ഇവിടെ വന്ന് പഴകിയിട്ട് പലതവണ എന്നെ ഉപദ്രവിക്കാൻ വന്ന്. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ വഴക്ക് പറയും, എന്തിനടി നീ മിണ്ടാതിരിക്കുന്നത്, നീ ജോലിക്ക് പോയിട്ട് നീ വീട്ടിൽ വന്ന് മിണ്ടാതിരിക്കുന്നു, ഞങ്ങളെന്തോ ചെയ്ത് നിന്നെ? ഈ വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പലതവണ കടകളിൽ കയറി ഒളിച്ച് ഞാൻ നിന്ന് അയാളെ പേടിച്ച് പഴകിയിട്ട് എന്നെ അടിക്കുമെന്നും പറഞ്ഞ്. വയ്യ മോളെ, തീരെ നിവർത്തിയായിട്ടോ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനിത് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു സുരക്ഷിതം വേണം. നിങ്ങളിതിപ്പോൾ 4ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്? 4ാമത്തെ വീടായത്. ശരിക്കും ഈ 4 വീട്ടിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ഇവിടെ ഈ പ്രദേശവാസികൾ തന്നെയാണ്, എന്നിട്ട് പോലും ഇവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടോ?
മടവൂർ വില്ലേജ് ഓഫീസിൽ ഞാൻ പോയി തിരക്കി. എനിക്ക് മണ്ണും വീടും പദ്ധതിക്ക് അപേക്ഷ വേണം, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭർത്താവിൻ്റെ പേർക്ക് 1 സെൻറ്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാനുള്ള അവകാശമില്ല. ഇതുപോലും ഇല്ലാത്ത എത്ര പേര് കാണും, അവർക്ക് ഞങ്ങൾ കൊടുക്കാൻ നോക്കുകയല്ലേ ഉള്ളെന്ന് പറഞ്ഞു. ഇവിടെ ഈ പള്ളിക്ക പഞ്ചായത്തിൽ ഞാൻ അന്വേഷിച്ച് അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിവാവുകയാണ്. വിഭാഗത്തിൽപ്പെട്ടതല്ലേ തന്നെ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിവാകും. സ്കൂളിൽ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതുപോലെയാണ്, അവർക്ക് ഇങ്ങനെ നിരന്തരം പഠിക്കാൻ. സ്കൂളിൽ ഞാൻ പറഞ്ഞു, HMന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറ്റുന്നില്ല, എന്താണ് കാരണം ടീച്ചർ, നിങ്ങൾ ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇപ്പം മോളെടുത്ത് സംസാരിച്ച ടീച്ചർ വിളിച്ച് എന്നോട് പറഞ്ഞത് എന്നെ വഴക്ക് പറയും, എന്നെ വഴക്ക് പറയും. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ടീച്ചർ എൻ്റെ സാഹചര്യങ്ങൾ ഇതാ. കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴവരെൻ്റെ അടുത്ത് പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോവാം, അത് ഇത്തിരി പൈസ ചിലവൊക്കെയാണ്, അത് കുഴപ്പമില്ല, ഞങ്ങൾ എന്തെങ്കിലും ഫ്രീ കൗൺസിലിംഗ് ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് 1-2 തവണ അവർ ഇരുന്നിട്ട് അതിൻ്റെ വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നപ്പോഴത്തേന് ഞാൻ ചോദിച്ചു എന്ത് മോളെ, അത് അമ്മ അത് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു മക്കൾ പറ, കാര്യം പറ, നീ എൻ്റെ അടുത്ത് പറ, അല്ലെങ്കിൽ അമ്മൂമ്മ ഉണ്ടല്ലോ അമ്മൂമ്മ എടുത്ത് പറ. അച്ഛൻ വഴിക്ക് വെച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഞങ്ങൾ ഇനി സ്കൂളിൽ പോകണില്ല, ഞങ്ങൾക്ക് പഠിക്കേണ്ട എന്ന് പറഞ്ഞവരങ്ങ് ഒഴിവായി. അതിനുശേഷം അവരിങ്ങനെ ഒന്നിടവിട്ട് സ്കൂളിൽ പോകും. ശരിക്കുള്ള ഹാജര് പോലും ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത്. അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ HM എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇന്ന കാരണങ്ങളാണെന്ന് പറഞ്ഞ് അവരൊന്നും എഴുതിയതൊന്നുമില്ല, എന്നെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് ഈ പരീക്ഷയിൽ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി HM എന്നെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച്. അപ്പോൾ നിങ്ങളുടെ കൺസെന്റോട് കൂടി, അതായത് അനുവാദത്തോട് കൂടി തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ അവരെന്നെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ അപേക്ഷകൾ അത് ഞങ്ങൾ എഴുതി ചേർത്തോളാന്ന് പറഞ്ഞു. എന്താണ് എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ എഴുതി ചേർത്തോളാം, നിങ്ങൾ ഒപ്പിട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്തിനാ മോളെ അങ്ങനെ ചെയ്യണം? അവർക്ക് ഒന്ന് വന്ന് അന്വേഷിക്കാം. ആരും ഇതുവരെ ഒന്നും ഇറങ്ങി തിരക്കിയിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ടീച്ചർമാർ? ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം, ടീച്ചറിന് നല്ലതുപോലെ അറിയാം എൻ്റെ കാര്യങ്ങൾ. അവരിറങ്ങി അന്വേഷിച്ചിട്ടില്ല. ഈ ഇടിഞ്ഞു പൊളഞ്ഞ വീട്ടിൽ മോള് കയറി ഒന്ന് കണ്ടു നോക്ക്, ഒരട പോലും ഇല്ല ഈ കഥവ്. എങ്ങനെ ഇവിടെ ജീവിക്കും? ഈ മക്കളെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ശരിക്കും തള്ളി തുറന്ന കൈകൊണ്ട് പോലും ബലമായിട്ടൊന്ന് തള്ളി തുറന്നാൽ കയറി വരാവുന്ന രീതിയിലാണ് 2 പെൺമക്കളെയും കൊണ്ട് ഒരമ്മ താമസിക്കുന്നത്. എന്ത് സങ്കടത്തിലാണ് ഇവരുടെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് അവസ്ഥയിലൂടെയാണ്? ലോകത്ത് ഒരമ്മമാർക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കരുത്, ലോകത്തൊരു കുഞ്ഞുങ്ങൾക്കും ഈ അവസ്ഥ വരരുത്, ലോകത്തൊരച്ഛന്മാരും ഇങ്ങനെ ആകരുത്. അത്രത്തോളം സങ്കടത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ സങ്കടം, ഈ അമ്മ നിന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കരയാണ്. അവരുടെ ഞങ്ങളെ ഇവിടെ വന്നപ്പോൾ മുതൽ അവർ കരയാൻ തുടങ്ങുന്നതാണ്. അവർക്ക് എങ്ങനെയൊക്കെ പറയണം എന്നറിയാൻ പറ്റുന്നില്ല. അവരനുഭവിച്ചത്, അവർ കടന്നുപോയ സാഹചര്യങ്ങളാണ് അവർ ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. ഏതായാലും ഈ അധികാരികൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധികാരികൾ, CWC പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടാണ് ആവശ്യം. അതുകൊണ്ട് പരമാവധി നമ്മുടെ വീഡിയോ കാണുന്നവർ ഇവരെ ഒന്ന് സഹായിക്കുക. ഇവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ സ്വന്തം സുരക്ഷിതത്വം, സ്വന്തം അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് അനുവാദം നൽകുക. അതിനു വേണ്ടിയിട്ട് ഈ സമൂഹത്തോട് ഞാനും കൂടി അപേക്ഷിക്കുകയാണ്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.